കണ്ണൂർ സെൻട്രൽ ജയിലിൽ വൻ സുരക്ഷാ വീഴ്ച. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് കൃത്യമായ ആസൂത്രണത്തോടെ. അതീവ സുരക്ഷാ മേഖലയായ 10-ാം ബ്ലോക്കിലെ സെല്ലിന്റെ അഴിമുറിച്ച് മതിൽ ചാട്ടത്തിന് തുണികൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചാണ് ജയിൽ ചാടിയത്. സഹതടവുകാരിൽ ചിലരുടെ സഹായം ഗോവിന്ദച്ചാമിക്ക് ലഭിക്കുകയും ചെയ്തു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഗോവിന്ദച്ചാമി കൃത്യമായ ആസൂത്രണത്തോടെയാണ് ജയിൽ ചാടിയതെന്ന് വ്യക്തം. ഒരു മാസം മുമ്പ് തന്നെ ഇതിന്റെ ഒരുക്കം ഗോവിന്ദച്ചാമി നടത്തിയിരുന്നു. ഇതിനായി ആദ്യം സംഘടിപ്പിച്ചത് ഒരു ആക്സോ ബ്ലേഡ്. ഇത് ജയിലിലെ തന്നെ പണിശാലയിൽ നിന്ന് സഹതടവുകാരുടെ സഹായത്തോടെ സംഘടിപ്പിച്ചു എന്നാണ് പോലീസ് നിഗമനം. സ്വന്തമായി ആക്സോ ബ്ലേഡ് ഉണ്ടാക്കി എന്ന വിചിത്ര മൊഴി വരെ ഇതിനിടയിൽ ഗോവിന്ദച്ചാമി നൽകി. ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് മഴ ശക്തമായ സമയങ്ങളിൽ അഴി മുറിച്ചു. സഹതടവുകാരൻ അല്പം മാനസിക പ്രയാസമുള്ളയാളാണ്. ഇതും സംഭവം പുറത്തറിയാതിരിക്കാൻ സഹായകമായി. സഹതടവുകാരനെയും തടവ് ചാടാൻ പ്രേരിപ്പിച്ചുവെങ്കിലും ഒപ്പം പോയില്ല. തടവ് ചാട്ടത്തെക്കുറിച്ച് സഹതടവുകാരന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു എന്ന് വ്യക്തം. മറ്റു ചിലരോടും ചില സൂചനകൾ നേരത്തെ ഗോവിന്ദച്ചാമി നൽകിയിരുന്നുവത്രേ. വൻ കവർച്ച നടത്തി ആ പണവുമായി നാട്ടിൽ പോയി ഒളിവിൽ കഴിയും എന്നാണ് പ്രതി നേരത്തെ പല തടവുകാരോടും പറഞ്ഞിരുന്നതത്രേ. വെള്ളിയാഴ്ച പുലർച്ചെ സെല്ലിൽ ജയിൽ ജീവനക്കാർ പരിശോധനയ്ക്ക് എത്തിയിരുന്നു. ആ സമയം രണ്ടുപേരും കിടന്നുറങ്ങുന്നതായാണ് പരിശോധിച്ചയാൾ കരുതിയത്. എല്ലാവരും സെല്ലിൽ തന്നെ ഉണ്ടെന്ന് ലോഗ് ബുക്കിൽ കുറിക്കുകയും ചെയ്തു. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയോ സെല്ലിൽ സൂക്ഷ്മ പരിശോധന നടത്തുകയോ ഉണ്ടായില്ല എന്ന് വ്യക്തം. സെല്ലിന്റെ അഴി മുറിച്ചുമാറ്റിയതുപോലും ശ്രദ്ധയിൽപ്പെടാത്തത് ഗുരുതര വീഴ്ചയാവുകയും ചെയ്തു. കറുത്ത തുണികൊണ്ട് അഴിയുടെ മുറിച്ച ഭാഗം ഗോവിന്ദച്ചാമി കെട്ടിവെച്ചിരുന്നു. സുരക്ഷാ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 4 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.